ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത പോകുന്നത് 78ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഡയഗ്രാം ഉണ്ട്. ഡയഗ്രത്തിൽ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? പ്ലസ് ക്യൂ ചാർജ് ഉള്ള ഒരു പാർട്ടിക്കിൾ, അതിന്റെ മാസ് എം ആണ്. അതെന്ത് ചെയ്യുകയാണ്? ഇ ഐ എന്നുള്ള, അതായത് ഇ എന്നുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ മൂവ് ചെയ്യുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. അപ്പോൾ ഈ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അതെന്ത് ചെയ്യുകയാണ്? ഇലക്ട്രിക് ഫീൽഡ് മാത്രമല്ല, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇൻഫ്ലുവൻസും അതിനുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്താണ്? കെ ക്യാപ്പ് ആണ്. കെ ക്യാപ്പ് അത് എത്ര? കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇസഡ് ആക്സിസ് ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? പോസിറ്റീവ് കെ ക്യാപ്പ് ഇതാ ഇങ്ങനെയാണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, മറക്കരുത്. അതാണ് ഇങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളിലേക്ക് വരികയാണ്, നോക്കൂ, ഇങ്ങോട്ട് വ്യൂവേഴ്സിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് പിയിൽ നിന്നും, പി എന്നുള്ള പോയിന്റിൽ നിന്നും ക്യൂ എന്നുള്ള പോയിന്റിലേക്ക് നോക്കൂ പോകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രാജക്ടറിയാണ് ഇത്. ഇത് 2a ആണ്, ഇത് a ആണ്. വരയ്ക്കുമ്പോൾ മാറിപ്പോയതാണ്. ഇത് a ഉള്ളൂ, ഇത് 2a ആണ്. ഓക്കെ, ഇനി ഈ പാർട്ടിക്കിൾ പിയിൽ ഉണ്ടായിരുന്നപ്പോൾ അതിന്റെ വെലോസിറ്റി വി ഐ ക്യാപ്പും അതുപോലെ ക്യൂയിലായിരുന്നപ്പോൾ വെലോസിറ്റി -2v_j ക്യാപ്പും എന്നായിരുന്നു. എന്ന് വെച്ചാൽ വെലോസിറ്റി ഡയറക്ഷൻ എന്താണ്? മൈനസ് വൈ ആക്സിസിലേക്കാണ് ആ വെലോസിറ്റി പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? താഴെ പറയുന്ന ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാവാം ശരി, അതായത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയെന്നല്ല, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാകാൻ ശരി. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിച്ചറിയാം, ഒന്നിലധികം സ്റ്റേറ്റ്മെന്റുകൾ ശരി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാര്യം ഈ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ, അങ്ങനെയുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ഒന്ന് നോക്കണം. സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? എല്ലാ സ്റ്റേറ്റ്മെന്റുകളിലും, അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ഓക്കെ, 2, 3, 4 സ്റ്റേറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ പറയുന്നത് റേറ്റ് ഓഫ് വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു നോക്കാം. ഓക്കെ, ആദ്യം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്കറിയാം. അപ്പോ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്. അപ്പൊ നോക്കൂ, ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു ആണ്. യു എന്നെടുത്താൽ അത് എത്ര എന്താണ് തന്നിരിക്കുന്നത്? വി എന്നാണ് തന്നിരിക്കുന്നത്. ഇനിഷ്യൽ വെലോസിറ്റി യു എന്നുള്ള സിമ്പിൾ അല്ലേ? സിമ്പിൾ യു ആണ്. ഓക്കെ, അതുപോലെ ഫൈനൽ വെലോസിറ്റി എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 2v ആണ്. ഇനിഷ്യൽ വെലോസിറ്റി വിയും ഫൈനൽ വെലോസിറ്റി 2v. ഇത് ഫൈനൽ വെലോസിറ്റിയുടെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കേ. ഇത് സഞ്ചരിച്ച ദൂരം നോക്കൂ, ഹൊറിസോണ്ടലി എത്ര ദൂരം സഞ്ചരിച്ചു? 2a. അപ്പൊ നിങ്ങൾക്ക് ഇനിഷ്യൽ വെലോസിറ്റി അറിയാം, ഫൈനൽ വെലോസിറ്റി അറിയാം. അപ്പൊ നിങ്ങൾ ആദ്യം ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിക്കുക. ആക്സിലറേഷൻ കണ്ടുപിടിച്ചാലേ നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. ആ ഫോഴ്സ് കണ്ടുപിടിച്ചാലേ നമുക്ക് റേറ്റ് ഓഫ് വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഈ രീതിയിൽ പോകുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ നോക്കിയേ, v² = u² + 2as എന്നുള്ള ഇക്വേഷൻ. അതില് a എങ്ങനെ എടുക്കാം? v² - u² / 2s. അപ്പൊ വിയുടെ ഫോർമുല എന്താണ്? 2v ആണ്. v², അപ്പൊ 4v² - u എന്താണ്? v ആണ്. v² / 2 × 2a. അങ്ങനെ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ 3v² / 4 എന്ന് കിട്ടും. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ മുതൽ ഇവിടെ വരെ ഇത് പോകുന്ന എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചാർജ് ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുകയാണെങ്കിൽ, നോക്കൂ, ഇവിടെയാണ് ഈ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇരിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നെ ഫോഴ്സ് എത്രയായിരിക്കും? QE ആയിരിക്കും. അപ്പൊ MA = QE എന്ന് എടുക്കാം. അപ്പൊ ഇത് E എങ്ങനെ എടുക്കാം? MA/Q. അപ്പൊ നോക്കൂ, M നിങ്ങൾക്കറിയാം 3v² എത്രയാണ്? M പിന്നെ A ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോറി, A ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ A എത്രയാണ്? 3v² / 4. 3 ഇവിടെ M ഉണ്ട് കേട്ടോ. 3v² / 4, ഒരു M കൂടി ഉണ്ട്. 3v² / 4 × Q ഇവിടെ ആൾറെഡി ഉണ്ട്. പിന്നെ എന്താണ്? M കൂടി ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇനി റേറ്റ് ഓഫ് വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾക്കറിയാം, വർക്ക് ഡണ്ണിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനർജിയുടെ റേറ്റ്, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ആണ്. പവറിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. എന്താണ്? ഒരു ഫോർമുല ഇല്ലേ പവറിന്? ഇങ്ങനെ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് കണ്ടുപിടിച്ചു ma ഇൻറ്റു വെലോസിറ്റി. M ഇൻറ്റു ആക്സിലറേഷൻ കണ്ടുപിടിച്ചു 3v² / 4 ഇൻറ്റു വെലോസിറ്റി. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3/4 mv³ a എന്ന് കിട്ടുന്നു. അപ്പൊ നോക്കിക്കേ, ആദ്യത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ചു. E = 3/4 mv² / QA എന്നല്ലേ കണ്ടു. ഇത് റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് കേട്ടോ, റേറ്റ് ഓഫ് വർക്ക് ഡൺ. അപ്പൊ നോക്കിക്കേ, പിന്നെ രണ്ടാമത്തെ പിന്നെ ഓപ്ഷൻ ശ്രദ്ധിച്ചേ. റേറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പിയിൽ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്കിന്റെ റേറ്റ് എത്രയാണ് നിങ്ങൾ കിട്ടിയത്? 3/4 mv³ a എന്നല്ലേ. അപ്പോ ബി ഓപ്ഷൻ ശരിയാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് നിങ്ങളിവിടെ കണ്ടുപിടിച്ചാൽ, ഞാൻ പറയാൻ മറന്നുപോയതാണ്. ഇലക്ട്രിക് ഫീൽഡ് എത്രയെന്ന് കിട്ടി? 3mv² / 4aq.
നോക്കൂ, ഒന്നാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ചേ. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എത്രയാ? 3/4 mv²/q. അപ്പൊ എയും ശരിയാണ്, ബിയും ശരിയാണ്. ഇനി നമ്മൾ സി ഓപ്ഷനിലേക്ക് പോവുകയാണ്. സി ഓപ്ഷൻ എന്താ പറയുന്നത്? റേറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഈസ് 0. പി എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് 0 എന്നാണ്. അത് തെറ്റല്ലേ? കാര്യം പി എന്നുള്ള പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്ക് റേറ്റ് ഓഫ് വർക്ക് ഡൺ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് 0 ആണോ? അല്ല. അപ്പൊ മൂന്നാമത്തെ സി ഓപ്ഷൻ തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ ശ്രദ്ധിച്ചേ. റേറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ബോത്ത് ദ ഫീൽഡ്സ് അറ്റ് ക്യൂ ഈ 0. ഈ ക്യൂ എന്നുള്ള പോയിന്റിൽ ഈ രണ്ട് ഫോഴ്സുകൾ അല്ലെങ്കിൽ ഫീൽഡുകളും ചെയ്യുന്ന വർക്ക് 0 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിക്കേ, ഇവിടെ വെലോസിറ്റി പോയിന്റ് ചെയ്യുന്നത് ഇങ്ങനെ, ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചെയ്തത് ഇങ്ങനെ. ഇനി ഇതിന് രണ്ടിനും പെർപെൻഡിക്കുലർ ആയാണ് മാഗ്നറ്റിക് ഫീൽഡ്. എന്ന് വെച്ചാൽ ഈ വെലോസിറ്റി ഈ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ 0 അല്ലേ? ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ 0 ആണ്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് നോക്കിക്കേ, അവിടെയും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ വർക്ക് ഡൺ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്കും മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുന്ന വർക്കും 0 ആണ്. ഓക്കെ, അപ്പോ ഡി സ്റ്റേറ്റ്മെന്റും ശരിയാണ്. റേറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ ബോത്ത് ദ ഫീൽഡ്സ് അറ്റ് ക്യൂ ഈ 0. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് മാത്രമേ ഉള്ളൂ? സി ആണ്. ഇനി ഈ ഓപ്ഷൻ ശ്രദ്ധിച്ചേ, എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എക്സെപ്റ്റ് സി. സി ഒഴികെയുള്ള ബാക്കി എല്ലാം ശരിയാണ്. അതല്ലേ നമുക്ക് കിട്ടിയത്? സി ഒഴികെയുള്ള ബാക്കി സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് ഈ പ്രോബ്ലം ഒന്നുകൂടി എഴുതി പഠിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. 1-2 തവണ വീഡിയോ കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്ത നിങ്ങളുടെ മെറ്റീരിയലിലെ 83ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, ഫിഗർ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താണ്? ഒരു കണ്ടക്ടിങ് ബാർ പി ക്യൂ, അതിന്റെ ലെങ്ത് ക്യാപിറ്റൽ എൽ ആണ്. അത് ഐ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. ഇതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങൾ ഒരു റിജിഡ് സപ്പോർട്ടിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു പി ക്യൂ, അതായത് ഈ പി ക്യൂവിന് പെർപെൻഡിക്കുലർ ആയ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? അപ്ലൈ ചെയ്തിരിക്കണം. ആ മാഗ്നറ്റിക് ഫീൽഡ് പ്രത്യേകത എന്താണ്? നോക്കൂ, സിമ്പൽ ഏതാണ്? ക്രോസ് ആണ്. കാര്യം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എവേ ഫ്രം ദ റീഡർ. റീഡറിൽ നിന്നും എവേ ആണ്. ഓക്കെ, റീഡറിൽ നിന്നും എവേ ആണ്. അപ്പൊ ഇതല്ലേ സിമ്പല്? അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ അപ്പൊ ഫലത്തിൽ എന്താണ്? കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നു. ഓക്കെ, ഇതിന്റെ മാസ് തന്നിട്ടുണ്ട്, ബാറിന്റെ മാസ് തന്നിട്ടുണ്ട് എങ്കിൽ നോക്കൂ, ഈ വയറുകളിലെ ടെൻഷൻ എത്രയാണ്, ടി എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്കറിയാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ശരിയല്ലേ? ആണ്. അപ്പൊ നോക്കിക്കേ, ഇതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തുമ്പോൾ ഇതിന്റെ വെയിറ്റ് നോക്കൂ, വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. എന്നാൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇതിലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടും. ആ ഫോഴ്സ് നോക്കൂ, അതാണ് എഫ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വാല്യൂ എത്രയാണ്? BIL സൈൻ തീറ്റയാണ്. ഓക്കെ, BIL സൈൻ തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ്? 90 ഡിഗ്രിയാണ്. കാര്യം എന്താണ്? ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ, ഇങ്ങോട്ട് പോകുന്നു, ലെങ്ത് ദാ ഇങ്ങനെ വരുന്നു. അപ്പൊ എത്രയാണ്? ഡയറക്ഷൻ ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ സൈൻ തീറ്റ 90 സൈൻ 90 ആകുന്നു, 1 ആയി പോകുന്നു. അപ്പൊ ഈ ഫോഴ്സ് എത്രയാണ്? BIL ആണ്. ഇനി ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ നോക്കിക്കേ, അത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ച് നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പൊ നോക്കിക്കേ, 4 ഫിംഗർ ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഫീൽഡിലേക്ക് പോയിരിക്കുന്ന കണ്ടോ? അങ്ങോട്ട്, എവേ ഫ്രം ദ റീഡർ ആണ്. ഇനി നോക്കൂ, സെൻട്രൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. നോക്കിക്കേ, കറണ്ടിന്റെ ഡയറക്ഷൻ ഇതല്ലേ? ഇങ്ങോട്ട്. എങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്നതാണ് എന്ത്? ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഫോഴ്സിന്റെ. അപ്പൊ ഫോഴ്സ് എങ്ങോട്ടാണ്? നോക്കൂ, ആ മുകളിലേക്കാണ്. MGക്ക് ഓപ്പോസിറ്റ് ആയി നോക്കൂ, മുകളിലേക്കാണ്. നമ്മളിപ്പോ ഉപയോഗിച്ച എന്താണ്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ MGയെ ബാലൻസ് ചെയ്തുകൊണ്ട് ആരുണ്ട്? F എന്നുള്ളൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, MGയെ ബാലൻസ് ചെയ്തുകൊണ്ട് F മാത്രമാണോ ഉള്ളത്? അല്ല, പിന്നെന്താണ്? ഈ വയറുകളിലെ ടെൻഷനും ഉണ്ട്. ഈ വയറിലെ ടെൻഷൻ T, ഈ വയറിലെ ടെൻഷൻ T. അപ്പൊ MGയെ ബാലൻസ് ചെയ്തുകൊണ്ട് F ഉണ്ട്, ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പൊ എഫിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചാണ് BIL. അപ്പൊ MG ഇസ് ഈക്വൽ ടു എത്ര? F പ്ലസ് ET പ്ലസ് ET. അപ്പൊ BIL പ്ലസ് T പ്ലസ് T 2T. അപ്പൊ 2T പ്ലസ് BIL എന്ന് കിട്ടും. ഇതിൽ നിന്ന് ടെൻഷൻ കണ്ടുപിടിച്ചുകൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? ഈ BIL ഇങ്ങ് കൊണ്ടുപോയി 2 ഇഞ്ഞ് താഴെ ഇറക്കിയാൽ മതി. MG മൈനസ് BIL ബൈ 2. ഓപ്ഷൻ
സി ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. 83rd ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 87th ക്വസ്റ്റ്യൻ ആണ്. 87th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണ്. ഓക്കെ, അതിന്റെ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റന്റ്, ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ മാഗ്നറ്റിക് ഫീൽഡുമായി ഒരു അക്യൂട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ്. അതിന്റെ വെലോസിറ്റി ഒരു പ്രത്യേക ഇൻസ്റ്റന്റിൽ മാഗ്നറ്റിക് ഫീൽഡുമായി അക്യൂട്ട് ആംഗിൾ മേക്ക് ചെയ്യുന്നതാണ് എങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ പാത്ത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്. ഈ പാർട്ടിക്കിളിന്റെ പാത്ത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഈ വെലോസിറ്റി നിങ്ങൾക്ക് റിസോൾവ് ചെയ്യാൻ നോക്കൂ. തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന കമ്പോണന്റ് വി കോസ് തീറ്റ, ഇത് വി സൈൻ തീറ്റ. അപ്പൊ ഫലത്തിൽ ഈ പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതിനൊരു ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഉണ്ടാകും, ഒരു വെർട്ടിക്കൽ വെലോസിറ്റിയും ഉണ്ടാകും. അതിന്റെ രണ്ടിന്റെയും ശ്രമഫലമായി ഇത് ഒരു ഹെലിക്കൽ പാത്താണ് എക്സിക്യൂട്ട് ചെയ്യുക. എന്ത് പാത്താണ്? ഹെലിക്കൽ പാത്ത്. ഇനി ഹെലിക്കൽ പാത്തിന്റെ പിച്ച് എങ്ങനെയാണ്? പിച്ച് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് യൂണിഫോം പിച്ചാണ്. യൂണിഫോം പിച്ചാണ്. പിച്ചിന്റെ ഇക്വേഷൻ നമ്മൾ പരിചയപ്പെട്ടതാണ്. എന്താണ്? വി കോസ് തീറ്റ ഇൻറ്റു ടി ആണ്. ഓക്കെ, അപ്പൊ നോക്കി, വി കോസ് തീറ്റ ഇൻറ്റു ടി ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ടൈം പീരീഡ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, അത് കോൺസ്റ്റന്റ് അല്ലേ ഇവിടെ? വി കോസ് തീറ്റ ഇസ് എ അപ്പോ കോൺസ്റ്റന്റ് എന്നല്ല, യൂണിഫോം ആണ്. അപ്പൊ യൂണിഫോം പിച്ചുള്ള ഒരു ഹെലിക്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ കേസിൽ. അപ്പൊ ഓപ്ഷൻ ബി ആണ്. കാര്യം ഓപ്ഷനിൽ എന്താണ്? നോൺ യൂണിഫോം പിച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. ഹെലിക്സ് വിത്ത് നോൺ യൂണിഫോം പിച്ചുണ്ട്, യൂണിഫോം പിച്ചുണ്ട്. ഇവിടെ എന്താണ്? യൂണിഫോം പിച്ചാണ്. ഓക്കെ, വളരെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 87ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 90 ആണ്. 90 നോക്കൂ, ഒരു വയർ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. റെഗുലർ പോളിഗൺ എന്നുള്ള രീതിയിൽ നോക്കൂ, ഒരു വയർ എന്ത് ചെയ്തിരിക്കുകയാണ്? ബെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അത് എന്ത് ചെയ്തിരിക്കുകയാണ്? ആ റേഡിയസ് എ മീറ്റർ ഉള്ള ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നോക്കൂ, എന്താണ്? ഒരു വയർ എൻ സൈഡഡ് പോളിഗനായി ബെൻഡ് ചെയ്തതിനു ശേഷം എ റേഡിയസ് ഉള്ള ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫിഗർ ശ്രദ്ധിച്ചേ, എ ആണ് റേഡിയസ്. ഓക്കെ, ഇനി ഈ വയറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആംപിയർ ആണ് എങ്കിൽ ഈ സർക്കിളിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എത്ര എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിലൂടെ I കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ സർക്കിളിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഫിഗർ നന്നായി ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നോക്കുക, ഫിഗറിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? ഈ സർക്കിളിന്റെ സെന്ററിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ആ മാഗ്നറ്റിക് ഫീൽഡ്. നോക്കൂ, ഇതുപോലെയുള്ള ഒരുപാട് വയറുകളാണ്. ഈ വയറുകളുടെ ടോട്ടൽ ഈ വയർ എന്ത് ചെയ്യും? ഈ സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സൈഡുള്ള ഒരു പോളിഗണാണ്. അപ്പോൾ നോക്കൂ, ഇതുപോലെ ഓരോ ഫൈനൈറ്റ് ലെങ്തും എന്ത് ചെയ്യുന്നത്? ഈ സെന്ററിൽ പ്രൊവൈഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് കൂട്ടിയാൽ പോരെ? അപ്പൊ നമുക്കിത് കിട്ടില്ലേ? കിട്ടും. അപ്പൊ നോക്കുക, നിങ്ങൾക്കറിയാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിന്റെ ഒരു പ്രത്യേക പോയിന്റിലേക്കുള്ള അതിന്റെ ആ കണ്ടക്ടറിൽ നിന്നും ഒരു പ്രത്യേക പോയിന്റിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ആ ഫീൽഡ് എത്രയാണ്? ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതിന്റെ തിയറി നിങ്ങൾക്കറിയാൻ വേണമെങ്കിൽ പോസ് ചെയ്ത് PDF നിന്ന് അതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കുക, അതിന് നമുക്ക് വേണ്ട എന്താണ്? ഈ രണ്ട് ആംഗിളുകളാണ്. ഓക്കെ, ഈ രണ്ട് ആംഗിളുകളാണ്. അപ്പൊ ഈ രണ്ട് ആംഗിളുകൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കൂ കുട്ടികളെ, ഇതില് നോക്കൂ, ഈ ടോട്ടൽ ആംഗിൾ നിങ്ങൾ തീറ്റ എടുത്താൽ ഇത് രണ്ടും സെയിം ആണ് കേട്ടോ. ഇതിന്റെ മിഡിൽ പോയിന്റിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഈ ടോട്ടൽ ഇത് തീറ്റയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്ര? 2 തീറ്റ. നിങ്ങൾക്കറിയാം, ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് അല്ലേ ഒരു സർക്കിളിന്റെ കേസിൽ. അപ്പൊ ആർക്ക് എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇത്രയും ഡിസ്റ്റൻസ് ആണ്. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എൻ സൈഡഡ് പോളിഗണിന്റെ ഒരു ഭാഗമാണ്, അതായത് 1/nth പാർട്ടാണ്. അപ്പൊ നോക്കൂ, ഇത് ഈ സർക്കിളിന്റെ 1/nth പാർട്ടാണ് എന്ന് പറയാം. ഈ സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ 1/nth പാർട്ട്. അപ്പൊ 2πa ആണ് ഇതിന്റെ സർക്കംഫറൻസ്, അതിന്റെ 1/nth പാർട്ടാണിത്. അപ്പൊ ഈ ആർക്ക് ലെങ്ത് എത്രയാണ്? 2πa/n ഡിവൈഡഡ് ബൈ റേഡിയസ് എത്ര? a.
അപ്പൊ നോക്കൂ, ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2πa/n. അപ്പോൾ എന്ത് കിട്ടും? എ ക്യാൻസൽ ചെയ്ത് 2θ = 2π/n എന്ന് കിട്ടും. അപ്പൊ തീറ്റ എന്താണ്? 2θ = 2π/n എങ്കിൽ തീറ്റ π/n ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം ഒരു കണ്ടക്ടർ കാരണം. നോക്കൂ, എൻ സൈഡഡ് പോളിഗന്റെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടക്ടർ കാരണം ഈ പോയിന്റിലുള്ള ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അറിയണം. അതിന് നിങ്ങൾ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ ട്രയാങ്കിളിൽ നിന്നും കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡാണ് നമുക്ക് കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എ കോസ് തീറ്റ അല്ലെങ്കിൽ എ കോസ് π/n എന്ന് കിട്ടും. അപ്പോ നമ്മുടെ കണ്ടക്ടറിൽ നിന്നും എ കോസ് π/n ദൂരമാണ്, അതിന്റെ മിഡ് പോയിന്റിൽ നിന്നും എ കോസ് π/n ദൂരത്തിലാണ് ഈ സർക്കിളിന്റെ സെന്റർ കിടക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കറിയാം ഏതാണ് ബേസിക് ഫോർമുല? ഇതാണ്. കാര്യം ഇതിൽ ആംഗിൾ ഉള്ളത് കൊണ്ട് ബേസിക് ഫോർമുലയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. B = μ0I/4πd. ഡി ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഈ ഡിസ്റ്റൻസ് ആണ് ഡി. അതാണ് നമുക്ക് കിട്ടിയത് എ കോസ് π/n എന്ന് കിട്ടിയത്. അപ്പൊ μ0I/4πd × sin π/n. തീറ്റ π/n അല്ലേ? തീറ്റ sin π/n പ്ലസ് sin π/n ഡി എ കോസ് π/n എന്ന് കിട്ടി. അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? sin π/n പ്ലസ് sin π/n എത്ര? 2 sin π/n. ഇനി ഡിക്ക് പകരം കോസ് π/n കൊടുക്കുക, എ കോസ് π/n. അപ്പൊ μ0/4π I/a കോസ് π/n × 2 sin π/n. ഇനി നോക്കൂ, μ0/4π 2I/a ഇനി വെളിയിലെടുത്താൽ ബാക്കി sin π/n കോസ് π/n അല്ലേ? sin കോസ് എത്ര? tan π/n. അപ്പോ ഒരു കണ്ടക്ടർ കാരണമുള്ള ഒരു എലമെന്റ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. അതുപോലെ n എലമെന്റുകളില്ലേ? n സൈഡഡ് പോളിഗൺ. അപ്പോ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ n × μ0/4π × 2I/a tan π/n. നോക്കൂ, 90ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? അപ്പോ n × μ0/4π 2I/a × tan π/n എന്നാണ് ഉത്തരം. അപ്പോൾ 90ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്? 90ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഞാൻ ഓപ്ഷൻ എഴുതിയിട്ടില്ല. ഓപ്ഷൻ ബി ആണോ നിങ്ങൾ നോക്കുക. ഓപ്ഷൻ ബി ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ കേട്ടോ. അപ്പൊ ഇത് ഏത് ഓപ്ഷൻ ആണെന്ന് നോക്കിയാൽ മതി. അപ്പൊ നോക്കൂ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? 90ാമത്തെ ക്വസ്റ്റ്യൻ. വളരെ വളരെ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി എഴുതി പഠിക്കുക. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 94 ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാവുന്നതാണ്. എന്താണ്? ഒരു സ്ട്രെയിറ്റ് തിൻ കണ്ടക്ടർ നോക്കൂ ഈ രീതിയിൽ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ രീതിയിൽ ബെൻഡ് ചെയ്തിരിക്കുകയാണ്. അതിലൂടെ I ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ഈ സർക്കുലർ ആർക്കിന്റെ റേഡിയസ് r മീറ്റർ ആണ് എങ്കിൽ ഈ സെമി സർക്കുലർ ആർക്കിന്റെ സെന്ററിലെ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് അതിന്റെ സ്ട്രെയിറ്റ് ഫോർമുല നിങ്ങൾക്ക് അറിയാം. എന്നാലും μ0I/4πr² നോക്കൂ 2πr കൊടുക്കുമ്പോൾ ടോട്ടൽ സർക്കിളിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കിട്ടുക. ഇത് ആംബിയർ സർക്യൂട്ടൽ ലോയിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെ സെമി സർക്കിൾ ആണെങ്കിലോ 2πr പകരം πr കൊടുക്കുക. ഇത് നമ്മൾ വീഡിയോയുടെ സമയത്ത് പറഞ്ഞതാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമ്പോർട്ടന്റ് എന്നുള്ള PDF നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഫോർമുല എന്താ കിട്ടുന്നത്? μ0I/4r എന്നാണ് കിട്ടുക. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. കാര്യം എന്താണ്? നമ്മുടെ ഓപ്ഷൻ ശ്രദ്ധിച്ചറിയാം. μ0I/4r ഓപ്ഷനിലുണ്ട്, പക്ഷെ വേറെ രീതിയിലാണ് കിടക്കുന്നതെന്നേ ഉള്ളൂ. എങ്ങനെയാണ്? μ0/4π × πI/r. π ക്യാൻസൽ ചെയ്താൽ ഇത് കിട്ടില്ലേ? അപ്പൊ ആൻസർ എത്രയാണ്? μ0/4π πI/r ടെസ്ല. ഓപ്ഷൻ സി ആണ്. 94th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 100 ആണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ്? ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ കറണ്ട് ലൂപ്പ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ്. അപ്പൊ നോക്കൂ, ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോളായി ആക്ട് ചെയ്യും. അപ്പൊ ആ മാഗ്നറ്റിക് ഡൈപോളിന്റെ ഡൈപോൾ മൊമെന്റ് താഴെ പറയുന്ന ഏത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നാണ്. ഇൻഡിപെൻഡന്റ്. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിൽ വരണം, ഇതാണ് ഫോർമുല. നമ്മുടെ മെറ്റീരിയലിൽ M ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. M = മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് = NIA. N എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ലൂപ്പ്. I അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. A എന്താണ്? സർഫസ് ഏരിയ ഓഫ് ദ ലൂപ്പ്. ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണോ അത് ലൈ ചെയ്യുന്നത് എന്നത് ഇതിനകത്ത് ഇല്ല. മനസ്സിലായില്ലേ?
നിങ്ങൾ ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണോ പ്ലേസ് ചെയ്യുന്നത് അങ്ങനെ ഒരു ടൈം ഇതിനകത്തില്ല. അപ്പൊ നിങ്ങൾ ഏത് മാഗ്നറ്റിക് ഫീൽഡാണോ പ്ലേസ് ചെയ്യുന്നത് എന്നതുമായി മാഗ്നറ്റിക് മൊമെന്റിന് യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദാറ്റ്. അപ്പൊ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഫോർമുലയിലുള്ളതാണ്. നമ്പർ ഓഫ് ടേൺസ്, കറണ്ട് ആൻഡ് ഏരിയ അതുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഏത് മാഗ്നറ്റിക് ഫീൽഡിലാണോ ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് 100th ക്വസ്റ്റ്യന്റെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 111ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മെറ്റീരിയലിലെ 111ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഒരു ലീനിയർ കണ്ടക്ടറിലൂടെ 3 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ലീനിയർ കണ്ടക്ടർ ആണ്. ഓക്കെ, അതിന്റെ ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്. ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ആ കണ്ടക്ടർ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിരിക്കുകയാണ്. ആ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് തന്നിട്ടുണ്ട് 500 ഗോസ്. 500 ഗോസ്. അത് ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി എന്നും ക്വസ്റ്റ്യനെ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ആ കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്. നിങ്ങൾക്കറിയാം, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ആ ഫോഴ്സിന്റെ ഈക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. എന്താണ്? BIL sin തീറ്റ. ഓക്കെ, I കറണ്ട് ആണ്, L അതിന്റെ ലെങ്ത് ആണ്, B ഏത് ഫീൽഡിലാണോ പ്ലേസ് ചെയ്യുന്നത്, തീറ്റ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നെടുത്തിട്ട് കൊടുത്താൽ മതി. എല്ലാം SI യൂണിറ്റിലാക്കി കൊടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഗോസിലാണ്. 500 ഗോസ്. ഓക്കെ, നിങ്ങൾക്കറിയാം എന്താണ്? 10,000 ഗോസ് ചേരുന്നതാണ് ഒരു ടെസ്ല. 10,000 ഗോസ് ചേരുന്നതാണ് ഒരു ടെസ്ല. ഓക്കെ, എന്ന് വെച്ചാൽ 10⁻⁴ ഗോസ് is equal to 1 ടെസ്ല. അപ്പോ ഒരു ഗോസ് എത്രയായിരിക്കും? 10⁻⁻⁴ ടെസ്ല. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഗോസ് ടെസ്ലയിലേക്ക് ആക്കാൻ 10⁻⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 500 ഗോസ് ടെസ്ലയിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? 10⁻⁻⁴ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാര്യം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിന്റെ യൂണിറ്റ് ടെസ്ലയാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ടെസ്ലയാണ്. അപ്പൊ 5 × 10⁻² എന്ന് കിട്ടും. 500 × 10⁻⁴ ചെയ്യുമ്പോൾ ഇനി ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. BIL sin തീറ്റ. ഇനി എടുത്തിട്ട് കൊടുത്താൽ മതി. 5 × 10⁻² B × 3 ആംപിയർ കറണ്ട് ആണ്. 3 × ലെങ്ത് 40 സെന്റിമീറ്റർ ആണ്, മീറ്റർ ആക്കുക, × sin 30 ഹാഫ് ആണ്. അപ്പൊ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 × 10⁻² ന്യൂട്ടൺ എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ്. 111ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് 112ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മെറ്റീരിയലിൽ 112ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. നോക്കൂ, 2 പാരലൽ വയറുകൾ നമുക്കുണ്ട്, എയും ബിയും. ഓക്കെ, ആ രണ്ടിലും എന്താണ് പാസ് ചെയ്യുന്ന കറണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എയിലൂടെ 10 ആംപിയർ കറണ്ട്, ബിയിലൂടെ 2 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പാസ് ചെയ്താൽ അട്രാക്ട് ചെയ്യുമെന്ന് നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്. ഓക്കെ, ഇനി എയുടെ പ്രത്യേകത എന്താണ്? ദിസ് വയർ എ ഈസ് ആൻ ഇൻഫിനിറ്റ്ലി ലോങ് വയർ. ഓക്കെ, അതൊരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണ്. എന്നാൽ ബി നോക്കിക്കുക, അതൊരു ഫൈനൈറ്റ് വയറാണ്, ചെറുത്. അതിന്റെ നീളം 2 മീറ്റർ ആണ്. ഓക്കെ, ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതാണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ ഫോഴ്സ് ഓൺ ദ കണ്ടക്ടർ ബി. ഈ കണ്ടക്ടറിൽ ഇദ്ദേഹം കാരണമുള്ള ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, ഈ കണ്ടക്ടർ അല്ലെങ്കിൽ ഈ വയർ ഇതിൽ നിന്നും എന്തുമാത്രം, ഈ ഇൻഫിനിറ്റ്ലി ലോങ് വയറിൽ നിന്നും എന്തുമാത്രം അകലത്തിലായിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 10 സെന്റിമീറ്റർ ആണ്. അതിനെ മീറ്റർ ആക്കുക. 10 × 10⁻² മീറ്റർ. ഓക്കെ, ഇനി നിങ്ങൾക്കറിയാം, അപ്പോ യഥാർത്ഥത്തിൽ ഈ കണ്ടക്ടർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുമ്പോൾ അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആരുടെ മാഗ്നറ്റിക് ഫീൽഡാണ്? നോക്കൂ, ഈ വയറ് കാരണം ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. ആ ഫീൽഡിലാണ് ആയിരിക്കുന്നത്? ഈ ഫൈനൈറ്റ് വയർ ഇരിക്കുന്നത്. അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് ആയ ഈ വയർ കാരണം ഈ പോയിന്റിലുള്ള ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്? ഈ വയർ. എന്തുകൊണ്ടാണ് ഈ പോയിന്റിലുള്ള ഫീൽഡ് എന്ന് പറയുന്നത്? കാര്യം ഇത് ഇൻഫിനിറ്റ്ലി ലോങ് വയറാണ്. ഇദ്ദേഹം കാണുന്നത് ഇതിനെ എന്താണ്? വെറും ഒരു പോയിന്റായി മാത്രമേ കാണുകയുള്ളൂ. കണ്ടില്ലേ, ഇതിങ്ങനെ അനന്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ ഈ ഫൈനൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്.
ഓക്കെ, നമുക്ക് ആ ഫീൽഡ് കണ്ടുപിടിക്കാം. നോക്കൂ, ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറിൽ നിന്നും ഡി ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിലെ ഫീൽഡ് എത്ര? μ0 ഇൻറ്റു അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഡി. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാ? I1. ഓക്കെ, എല്ലാത്തിനും വാല്യൂ നമ്മൾ ലാസ്റ്റേ കൊടുക്കൂ. ഇനി ഈ ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്? ഈ I2 ഇരിക്കുന്നത്. അപ്പോൾ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു ഫീൽഡിൽ ഇരിക്കുമ്പോൾ ആ ഫീൽഡിൽ അയാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ബേസിക്കലി I2 ഇൻറ്റു എൽ ക്രോസ് ബി. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ എന്താണ്? I2 ഇൻറ്റു, നോക്കൂ, ഇത് പെർപെൻഡിക്കുലർ ആണ്. കാര്യം ഈ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണെന്ന് പറയും. എങ്ങനെ പറയും? അവിടെയാണ് നമ്മൾ പിന്നെ നമ്മുടെ എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയും. നോക്കൂ, ഈ വയർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അതെങ്ങനെയാ പോകുന്നത്? നിങ്ങൾ ഈ വയറിനെ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് കേൾ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിക്കേ, അങ്ങോട്ടാണ്. അപ്പൊ ഫീൽഡ് ഇങ്ങനെയാണ്, ആ ഫീൽഡ് ഇങ്ങനെയാണ്. ലെങ്ത് നോക്കിക്കേ, ഇങ്ങനെയാണ്. രണ്ടും തമ്മിലുള്ള ആംഗിൾ എത്ര? 90 ഡിഗ്രി അല്ലേ? പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ തീറ്റ 90 ഡിഗ്രി. I2 ഇൻറ്റു എൽ ബി. ഓക്കെ, എൽ ബി സൈൻ തീറ്റയാണ് വരുന്നത്. എൽ ഇതിന്റെ ലെങ്ത് ആണ് കേട്ടോ, എൽ ഇതിന്റെ ലെങ്ത് ആണ്. എൽ ബി സൈൻ തീറ്റയാണ്. സൈൻ 91 ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു I2 ഇൻറ്റു ലെങ്ത് എത്രയാണ്? ലെങ്ത് 2 മീറ്റർ അല്ലേ? ഇതിന്റെ 2 മീറ്റർ ഇൻറ്റു, നോക്കൂ, ബി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? μ0I/2πd. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ഇയാൾ കാരണമുള്ള ഫീൽഡാണ്. μ0I/2πd. ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് വെട്ടി ചെയ്യുമ്പോൾ μ0I/2πd ഇൻറ്റു എത്രയാണ്? 2I1I2 എന്ന് കിട്ടും. ഇതിൽ സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. I1 എത്ര ആംപിയർ ആണ്? I2 എത്ര ആംപിയർ തന്നിട്ടുണ്ട്? ഡി തന്നിട്ടുണ്ട്. μ0യുടെ വാല്യൂ അറിയാം. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 ഇൻറ്റു 10⁻⁻5 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ്. 112ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 113. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് വീഡിയോ പോസ് ചെയ്തിട്ട്. ഓക്കെ, 2 പാർട്ടിക്കിളുകളുണ്ട്. ഓരോന്നിന്റെ മാസ് എം ആണ്, ചാർജ് ക്യൂ ആണ്. എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ലൈറ്റ് റിജിഡ് റോഡിന്റെ ഇരുവശങ്ങളിലുമായി എന്ത് ചെയ്തിരിക്കുകയാണ്? ഇത് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആ റിജിഡ് റോഡിന്റെ നീളം 2r ആണ്. ഓക്കെ, ഈ റോഡ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഏത് ആക്സിസിന് എബൌട്ടായി? ഇതിന്റെ സെന്ററിൽ കൂടി പാസ് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയ ഒരു ആക്സിസിന് എബൌട്ടായി ഇത് എന്ത് ചെയ്യാണ്? ഈ സിസ്റ്റം ഇങ്ങനെ കറങ്ങുകയാണ്, റൊട്ടേറ്റ് ചെയ്യാണ് കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡിൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു റേഷ്യോയാണ്. എന്തിന്റെ എല്ലാം റേഷ്യോ? ഈ സിസ്റ്റത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെയും ആംഗുലാർ മൊമെന്റത്തിന്റെയും റേഷ്യോ. ആംഗുലാർ മൊമെന്റം എബൌട്ട് ദി സെന്റർ ഓഫ് ദി റോഡ്. അപ്പൊ ഈ സിസ്റ്റത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റിന്റെയും ആംഗുലാർ മൊമെന്റത്തിന്റെയും റേഷ്യോ നിങ്ങൾക്കറിയാം. മാഗ്നറ്റിക് മൊമെന്റ് എന്നതിന്റെ ഇക്വേഷൻ എന്താണ്? μ = I × A. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, I എന്നാൽ എന്താണ്? കറണ്ട് എത്രയാണ്? ടോട്ടൽ ചാർജ് ബൈ, നോക്കൂ, ഈ ചാർജ് സമയത്തിനനുസരിച്ച് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോ ഈ സിസ്റ്റത്തിന്റെ കറണ്ടാണ് നമുക്ക് വേണ്ടത്, സിസ്റ്റത്തിലൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, കറണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ടൈം അല്ലേ? ടോട്ടൽ ചാർജ് എത്ര? Q + Q 2Q. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ്. ഇത് കറങ്ങുകയാണ്, റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആ റൊട്ടേഷന്റെ ടൈം പീരീഡ്. അപ്പൊ 2Q/T ആണ് കറണ്ട്. ഇൻറ്റു ഏരിയ എത്രയാണ്? നോക്കിക്കേ, ഇതൊരു സർക്കുലാർ പാത്തിലല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഇത് ഇത്രയും ഡിസ്റ്റൻസ് 2r ആണ് എങ്കിൽ ആ സർക്കുലാർ പാത്തിന്റെ റേഡിയസ് ഇത്രയായിരിക്കും, അത് 6 ആയിരിക്കും. അപ്പോ ഏരിയ കണ്ടുപിടിച്ചൂടെ എത്രയാണെന്ന്? അതിന്റെ π × റേഡിയസ് സ്ക്വയർ. റേഡിയസ് 6 ആണ്, πr². ഓക്കെ, അപ്പോ 2Q ഇൻറ്റു, ഇനി ടൈം പീരീഡ് നിങ്ങൾക്കറിയാം. നോക്കൂ, ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫുൾ റെവല്യൂഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. നോക്കൂ, v വെലോസിറ്റിയോട് കൂടിയാണ് പോകുന്നത്. എത്രയാണ്? 2πr ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്? v വെലോസിറ്റി കൊണ്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ 2πr/v. ഓക്കെ, 2πr/v എന്ന് വെച്ചാൽ ഇവിടെ 1/t അല്ലേ? ഡിവൈഡഡ് ബൈ t ആണ്. അപ്പോൾ 1/2πr/v, v/2πr ആകുന്നു. അത് ഇൻറ്റു πr². ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് qvr എന്ന് കിട്ടും. നിങ്ങൾക്കറിയാം ആംഗുലാർ മൊമെന്റം എബൌട്ട് ദി സെന്റർ എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. mvr ആണ് കേട്ടോ, mvr. നിങ്ങൾക്കറിയാം അതിന്റെ ഡെഫിനിഷൻ, ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ mvr. മാസ് എത്രയാണ്? 2 മാസുകളിലെ m + m 2m ഇൻറ്റു വെലോസിറ്റി v ആണ്, റേഡിയസ് r ആണ്.
ഇനി അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് റേഷ്യോ? മ്യൂവിന്റെയും എല്ലിന്റെയും റേഷ്യോ ആണ് മ്യൂ ബൈ എൽ. മ്യൂ ക്യൂ വി ആർ, ഇത് M2 MVR. വി ക്യാൻസൽ ചെയ്യുന്നു, ആർ ക്യാൻസൽ ചെയ്യുന്നു, ക്യൂ ബൈ 2M എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ഇ ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 113ാമത്തെ ക്വസ്റ്റ്യൻ, 25th ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ഇ ആണ്. അപ്പൊ നോക്കുക, ക്വസ്റ്റ്യൻ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? ഒന്നുകൂടി ബേസിക് തിയറി ഒന്ന് ഓടിച്ചു നോക്കുക. പിന്നെ എന്താണ് റൈറ്റ് ഹാൻഡ് റൂളുകൾ നോക്കുക. നമ്മൾ പറഞ്ഞ വ്യത്യസ്ത കോൺഫിഗറേഷൻസിൽ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുലകൾ മനസ്സിൽ ഹൃദിസ്ഥമാക്കി വെക്കുക. ഓക്കെ, ഇക്വേഷൻസ് എല്ലാം അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വെള്ള പേപ്പറിൽ എഴുതുക, കൂടെ റെഫർ ചെയ്യുക. ഇപ്പോൾ ഇന്ന് ഈ ചാപ്റ്റർ തീർന്നു എങ്കിൽ നാളെ ഇത് നോക്കാതെ ഇരിക്കരുത്. സമയം പോലെ ഇതും കൂടി ഒന്ന് റെഫർ ചെയ്ത് നോക്കണം, എന്നാലേ അത് ഓർമ്മയിൽ ഇരിക്കുകയുള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടി എഴുതി പഠിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യാതെ വിട്ട ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കളക്ട് ചെയ്ത് ചെയ്യുക. മാസസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കൺസെപ്റ്റും ക്ലിയർ ആകുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം.